ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങളും സുഖമായിരിക്കുന്നു. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തെടുത്ത് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ആക്കിയതാണ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുക്കളയൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറേ വാൾപേപ്പറൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തതാണ്. ഞങ്ങൾക്ക് ഒത്തിരി പഴക്കമുള്ള വീടായതുകൊണ്ടാണ് നമുക്ക് അത് വാൾപേപ്പർ മേടിച്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു ഇതാണ് കാണിക്കുന്നത് തന്നെ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഒരു ഇതിൽ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് തന്നെ. കാരണം അവർ ജനിച്ച അന്ന് തൊട്ടേ ഈ അടുക്കള കാണാൻ തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഞങ്ങളും ജനിച്ച അന്ന് തൊട്ടേ ഈ കാണുന്ന അടുക്കളയാണ്. അതിലൊരു വെറൈറ്റി ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തതാണ്. അപ്പം വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അടുക്കള കയറിയത് തന്നെ. അല്ലെങ്കിൽ ഉമ്മയാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വെക്കേഷന് ഞങ്ങൾ ഏതായാലും കയറും. ഉമ്മാൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ ഉമ്മക്ക് സമാധാനം കിട്ടൂല. അപ്പോൾ ഉമ്മ നേരത്തെ എഴുന്നേറ്റ് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വയ്ക്കും. പിന്നെ പിള്ളേരൊക്കെ പറയുന്നുണ്ട് അവരുടെ കോഴിയൊക്കെ കാണിക്കണമെന്ന്. അങ്ങനെ അവർ കോഴിയും പിന്നെ ഇനി അവർക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അവർക്ക് കോഴിയും പിന്നെ മീനും ഇതൊക്കെ മേടിക്കുന്നതാണ് ഇനി അവരുടെ ജോലി തന്നെ. മെയിൻ മദർസയിൽ പോവും, ബാക്കി അവർക്കുള്ള കുസൃതിയൊക്കെ അവർ കാണിക്കും. ഇതിനിടയിൽ കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്ക്. പിന്നെ അടുക്കള ഒതുക്കലും അതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കിലാണ്. ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം ബാക്കി ജോലിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഫോൺ എടുത്തുകൊണ്ട് അവർ കോഴിയെ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നും ചോദിക്കുന്നുണ്ട്, കോഴിയുടെ വ്ളോഗ് ഇട്ടായിരുന്നോ? ഞാൻ പറഞ്ഞു ഇല്ല, ഇന്ന് ഞാൻ ചെയ്യും, അത് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുറച്ച് കുട്ടികൾ സ്കൂളിൽ പോയായിരുന്നു. അടുത്ത കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് വാനിനകത്ത് ഫോണും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം കുറേ പേര് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരും. അപ്പോൾ ഇവർക്ക് ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ വിട്ടതിന് ശേഷം ബാക്കിയുള്ള ജോലി തൂക്കണം, അതൊക്കെ തന്നെയാണ് ജോലി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. തൂക്കുക, ഇനി കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ സമയം കൂട്ടി കളയണം. അങ്ങനെ പിന്നെ പുറത്തൊക്കെ തൂത്തതിന് ശേഷം വീട്ടിനകത്ത് തൂക്കാൻ പോയി. പിന്നെ ഇന്ന് എനിക്ക് മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ താത്തയുടെ മോൾക്ക് സ്കൂളിൽ അഡ്മിഷന് പോകണമായിരുന്നു. അപ്പം ജസ്റ്റ് ആ സ്കൂളൊക്കെ ഒന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു ഭംഗി, അങ്ങനെ ഫോണിലൊന്ന് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളെയും അവൾ ഉമ്മയെ കണ്ടപ്പോഴേ അവൾ വിചാരിച്ചില്ല ഞങ്ങൾ അവിടെ പോകുമെന്ന്. അവൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള, അവൾ അവിടെയാണ് പഠിക്കുന്നത്, ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ടാണ് പോയത് തന്നെ. അപ്പോൾ അവൾ കണ്ടപ്പോൾ ആ സന്തോഷത്തിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പിന്നെ ടാറ്റ അടിച്ച് അവൾക്ക് സമാധാനമാവുന്നില്ല. അവർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് ഹാഫ് ടൈം കഴിയുമ്പോഴത്തേക്കും അവർ പോയി എടുക്കണം. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അങ്ങനെ പിന്നെ വന്ന ഉടനെ തന്നെ കഴിച്ചായിരുന്നു. ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വൈകുന്നേരമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രി ചപ്പാത്തി നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചിട്ട് വീട്ടിൽ ചുടുന്നതാണ്. നമുക്ക് ചപ്പാത്തി സാധാരണ ബാപ്പയൊക്കെ കഴിക്കത്തുള്ളൂ. നമ്മൾ രാത്രിയാണെങ്കിൽ ചപ്പാത്തി കഴിക്കുക, അല്ലെങ്കിൽ
ചപ്പാത്തി കഴിക്കുള്ളൂ. അപ്പോൾ റെഡിമെയ്ഡാണ് മേടിച്ച് നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോൾ താത്താടെ മക്കളാണ്, അവർ ചപ്പാത്തി ജസ്റ്റ് ഒന്നും ചെയ്യണ്ടല്ലോ, ഇങ്ങനെ ചുട്ടെടുക്കുക. താത്താടെ മോൾ പിന്നെ അവൾ മാക്സിമം അവൾക്കറിയാവുന്ന ജോലിയൊക്കെ ചെയ്യും. മൂത്താൾ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആളും എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും അവരങ്ങനെ ചെയ്യും, തൂക്കാനോ അങ്ങനെ എന്തെങ്കിലും അവരും ചെയ്യും. അങ്ങനെ മടിച്ചുകളോ അങ്ങനെയൊന്നും അല്ല അവർ. പിന്നെ ഞങ്ങളുടെ ഭാഷയ്ക്ക് എന്തെങ്കിലും ഡിഫറൻറ്റ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പം നമുക്കറിയാവുന്നത് ഞങ്ങൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാ. അപ്പം ഞങ്ങളിത് ഫുഡ് പുറത്തുനിന്ന് അതായത് ചിക്കനിൽ ഓഫറായിരുന്നു. അപ്പോൾ ഞങ്ങളത് പുറത്തുനിന്ന് മേടിച്ച് അനിയൻ പോയി മേടിച്ചിട്ട് വന്നതാണ്. അങ്ങനെ അതും രാത്രി പിന്നെ കഴിച്ച്, പിന്നെ ഞങ്ങൾ രാത്രി പുറത്ത് കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. തിരിച്ച് വീട്ടിലകത്ത് കയറി കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല. ഇൻഷാ അല്ലാ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ഓക്കെ, ബായ്.